സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്താത്തതിന് നമ്മുടെ ബാങ്ക് ബാലൻസിൽ നിന്ന് മിക്കവാറും ഒക്കെ മാസങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ ക്യാഷ് പോവാറുണ്ടല്ലേ. അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത സാധാരണക്കാർ കുറവ് തന്നെയായിരിക്കും. എന്നാൽ ഇപ്പോൾ ഉപഭോക്താക്കളിൽ നിന്ന് പിഴ ഈടാക്കുന്നത് നിർത്തലാക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ലോക്സഭാ സമിതി. ഈ വിഷയത്തിൽ ധനകാര്യ മന്ത്രാലയത്തിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും സമിതി ശുപാർശയും നൽകി കഴിഞ്ഞു. പൊതു സ്വകാര്യ മേഖലകളിലെ എല്ലാ ബാങ്കുകൾക്കും ഈ വിഷയത്തിൽ ഏകീകൃത നയം സ്വീകരിക്കണമെന്നും പിഴ ഈടാക്കുന്നതിന് പകരം റിവാർഡ് പോയിന്റുകൾ അല്ലെങ്കിൽ ഫീ ഇളവുകൾ, സ്ഥിരമായ നിക്ഷേപങ്ങൾക്ക് പലിശ നിരക്ക് ആനുകൂല്യങ്ങൾ എന്നിവയിലൂടെ ഉപഭോക്താക്കളെ നിക്ഷേപം നിലനിർത്താൻ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി നിർദ്ദേശത്തിൽ പറയുന്നു. ആയിരക്കണക്കിന് കോടി രൂപയാണ് ബാങ്കുകൾ വർഷാവർഷം ഈ രീതിയിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത്. ഈ നിർദ്ദേശം നടപ്പിലാക്കിയാൽ ബാങ്കുകൾക്ക് മിനിമം ബാലൻസ് തീരുമാനിക്കാൻ അനുവാദം നൽകുന്ന നയത്തിൽ മാറ്റം വരികയും ചെയ്യും. ജൻധൻ അക്കൗണ്ടുകൾ പോലെയുള്ള ചില പദ്ധതികളിൽ മാത്രമാണ് മിനിമം ബാലൻസ് ആവശ്യമില്ലാത്തത്. പല ബാങ്കുകൾക്കും, പ്രത്യേകിച്ച് സ്വകാര്യ ബാങ്കുകൾ, മിനിമം ബാലൻസ് നിലനിർത്തുന്നതിൽ പരാജയപ്പെടുന്ന ഉപഭോക്താക്കളിൽ നിന്ന് പിഴ ഈടാക്കുന്നുണ്ട്. സാധാരണയായി 2000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ഇത്തരത്തിൽ ഈടാക്കുന്നത്. ഉപഭോക്തൃ സേവനത്തെക്കുറിച്ച് സാമ്പത്തിക സാക്ഷരതാ സംരംഭങ്ങൾ ശക്തിപ്പെടുത്താനും സമയബന്ധിതമായ പരാതി പരിഹാര സംവിധാനം ഏർപ്പെടുത്താനും കമ്മിറ്റി ശുപാർശ ചെയ്തും കഴിഞ്ഞു. ഉപഭോക്തൃ പരാതികൾ 3 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും 7 പ്രവൃത്തി ദിവസത്തിൽ കൂടുതൽ എടുക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ അത്ര പരിചയമില്ലാത്ത കുറഞ്ഞ സാക്ഷരതയുള്ളവർക്കും ഗ്രാമീണ ഉപഭോക്താക്കൾക്കും സഹായം നൽകുന്നതുമായി SMS, ഫോൺ കോളുകൾ വഴിയുള്ള ലളിതമായ പരാതി ഫയലിംഗ് ചാനലുകൾ അവതരിപ്പിക്കാനും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. സേവിങ്സ് അക്കൗണ്ട് ഉപഭോക്താക്കളിൽ നിന്ന് മിനിമം ബാലൻസ് നിലനിർത്താത്തതിന് 2024-25 സാമ്പത്തിക വർഷം 4,818 കോടി രൂപയാണ് ഇത്തരത്തിൽ ബാങ്കുകൾ പിരിച്ചെടുത്ത തുക.